എന്താണ് രണ്ടാൾ അടികൂടുന്നത്? രണ്ടാള് തിന്നോ? ഇവിടെ വന്നോ? ഒരു ഫോണിന് വേണ്ടിയിട്ടാണ് അടി കൂടുന്നത്. അപ്പൊ ഒന്ന് വിട്ടുകൊടുത്തേക്ക്. അപ്പു എടുത്തോ? അപ്പോ അല്ല, എപ്പോഴും അപ്പു അല്ലേ ഫോൺ എടുക്കുന്നത്? കുറച്ചു നേരം ടുട്ടു ഒന്ന് എടുക്കട്ടെ. അത് സമ്മതിക്കരുത് അപ്പു. ആ കൊച്ചിനൊന്നും ഫോൺ തൊടാൻ പോലും പറ്റില്ല. കൊച്ചിനെ കുത്തി ഓടിക്കുക ടുട്ടുവേ. ഇപ്പൊ അവനാണ് രാജാവേ. ടുട്ടുവാണ് ഇപ്പൊ രാജാവ്. പാവം സങ്കടം പറയാ അപ്പു. സമ്മതിക്കില്ല ടുട്ടു, സമ്മതിക്കില്ല കേട്ടോ. ടുട്ടു ഇപ്പൊ വരും. ടുട്ടു ഇതാ നോക്ക് നോക്ക്, കണ്ട അടി കൂടുന്നത്. ഫോണിന് വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഓരോ ഫോണൊക്കെ മേടിച്ചു കൊടുത്തേക്കേട്ടാ, അതാ നല്ലത്. ടുട്ടു ടുട്ടു ചെല്ല്. ടുട്ടു പതുക്കെ ചെല്ലാണ്. ഫോണിന്റെ ഒരു അറ്റത്ത് പോലും തൊടാൻ സമ്മതിക്കുന്നില്ല അപ്പു. അടി എടാ ചെറുക്ക, ഫോൺ തൊടാൻ സമ്മതിക്കുന്നു. ചില പിള്ളേരിങ്ങനെ അടികൂടുമല്ലോ കളിപ്പാട്ടത്തിന് വേണ്ടി, അതുപോലെയാണ്. അടങ്ങിയിരിക്ക അപ്പു. കുറച്ചു നേരം അവന് ഫോൺ കൊടുക്കടാ അപ്പു. ഇങ്ങനെ കുശുമ്പ് കാണിക്കല്ലേ അപ്പു. കുറച്ചു നേരം അവന് ഫോൺ കൊടുത്തേ. കുത്തി ഓടിക്കില്ല അപ്പു. ദേഷ്യം മുതൽ അവൻ തന്നെ പറന്നുപോയി. ടുട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. ടുട്ടു പേടിപ്പിക്കുന്നുണ്ടോ ടുട്ടു? പാവം അപ്പു, ഒരു പാവത്താനാട്ടോ. അയ്യോ, നന്നായിട്ടൊന്ന് പേടിപ്പിച്ചാൽ മതി, അവൻ വരണ്ട ഓടിക്കോളൂ. പക്ഷെ ടുട്ടുവിൻ്റെ അടുത്ത് അങ്ങനത്തെ നമ്പർ ഒന്നും നടക്കൂല. അവൻ വിചാരിച്ചത് സാധിച്ചേ അവൻ അടങ്ങുള്ളൂ. ടുട്ടു ഭയങ്കര വികൃതിയാ. എൻ്റെ അപ്പമോനൊരു പാവാ. ഇതൊക്കെ അവരെ കാലിലിട്ട് കടിക്കുന്നുണ്ട്. നോക്ക് നോക്ക്, പാവമൊക്കെ തന്നെ. പക്ഷെ അളമുട്ടിയ ചേരയും കടിക്കുമല്ലോ. ഇത് നോക്കി. ടുട്ടു ടുട്ടു വേണ്ട.